സിദ്ധാർത്ഥ സാറിന്റെ മകൾ ഇവിടെ ഉണ്ടോ? ഒന്ന് വരൂ. ഞാനാ. നിങ്ങളല്ല, സാറിന്റെ മകൾ. നേരത്തെ അകത്ത് കയറിയില്ലേ? ആ ദാ ആ കുട്ടി. നീ സിദ്ധുവിന്റെ മകളാണെന്ന് പറഞ്ഞോ? എന്ത് ധൈര്യത്തിലാ നീ? കുട്ടി ഒന്ന് വേഗം വരുമോ? ചെല്ല് ചെല്ല്, വരൂ ചെല്ല്. ഉറക്കത്തില് സാറെന്തോ പറഞ്ഞു. കുട്ടിയുടെ പേര് വിളിച്ചെന്നാ തോന്നിയത്. സാറ് സംസാരിച്ചു തുടങ്ങിയ അത് നല്ലൊരു ചേഞ്ചാ. ആള് പെട്ടെന്ന് റിക്കവർ ആവും. സംസാരം തുടങ്ങുന്നത് എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാത്തിരുന്നേ പറ്റൂ. ഒന്ന് വിളിച്ചു നോക്കിക്കോളൂ. അച്ഛാ, അച്ഛാ. ദേവിക, എന്തിനാ വിളിച്ചേ? എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? അച്ഛാ, അച്ഛാ. സാറ് നല്ല ഉറക്കമായെന്ന് തോന്നുന്നു. ഇനി വിളിക്കണ്ട, കുട്ടി പോയിക്കോളൂ. പുറത്ത് കാണണം. എപ്പോഴാ ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഉണർന്നാ ഞാൻ വിളിക്കാം. എന്തിനാ വിളിച്ചത്? അച്ഛൻ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല ചേച്ചി. കൊറേ വിളിച്ചു നോക്കി, സാർ ഒന്നും പറഞ്ഞില്ല. എന്റെ പേര് വിളിച്ചപ്പോഴാ നഴ്സ് അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞത്. ചെന്നപ്പോഴേക്കും വീണ്ടും മയക്കത്തിലായി. എടി, നീ സാറിന്റെ മകളാണെന്ന് പറഞ്ഞോ? അത്രയ്ക്കായോ നീ? ആരെ പറ്റിക്കാണ് നീ അങ്ങനെ പറഞ്ഞത്? പറയടി, പറയാൻ. എന്താ ആന്റി, അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. പേര് വിളിച്ചപ്പോ അവർക്കങ്ങനെ തോന്നിയിട്ടുണ്ടാവും. അതിനിപ്പോ എന്താ? അതിനെന്താണെന്നോ? ഇവളെ കുഞ്ഞിനെ അറിയാഞ്ഞിട്ടാ. പഠിച്ച കള്ളി അവള്. എന്തെങ്കിലും കള്ളത്തരം കാണിക്കാനാവും ഇവളെങ്ങനെയൊക്കെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ട് എന്ത് കള്ളത്തരം കാണിക്കുന്നു ആന്റി പറയുന്നേ? അവൾ അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ ഞങ്ങൾക്കാർക്കും ഒരു വിരോധമില്ല.
മുരളിയെയും ഉറുമിയും ഉമയും മക്കളായിട്ട് എന്നെ കാണുന്നേ. മുരളിയുടെ ഭാര്യയെ മോളെ പോലെ കണ്ടുന്ന് വെച്ചെന്താ? ആരെ വിളിച്ചിട്ടായാലും അച്ഛന് ബോധം വീഴണേന്നാ. അതാ എന്റെ പ്രാർത്ഥന.